അച്ഛമ്പി ഈ ആനയ്ക്കാണോ ആന കൊമ്പിനാണോ വില? കൊമ്പ് വിളി കൊണ്ടുവരുന്നതാണ്. ആനയുടെ അല്ലേ കൊമ്പ്, ആനയ്ക്കല്ലേ വില. അപ്പം പിന്നെ ഈ ആനയെ കൊന്നിട്ട് കൊമ്പെടുത്തോണ്ട് പോകേണ്ട കാര്യം എന്ത്? ആന സഹിതം കൊണ്ടുപോയാൽ പോരെ. ആനയെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോടാ. ഹായ് കട്ടൻ, എനിക്കൂടെ ഒരു കട്ടച്ചൂട് കുറച്ച്. ഇപ്പോഴല്ലേ കുടിച്ചത്? അല്ല, കട്ടൻ കൈ കണ്ടപ്പോഴേ ഒരു 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 ഇത് എന്തത് കുടിക്കാനുള്ള ഒരു 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 ഇത്. ഇതിന് പറയണതാണ് ആർത്തി. അത് പാടില്ല. ഏടാ അപ്പറ മച്ചമ്പി, അപ്പം ഈ കൊമ്പെടുക്കേണ്ട ഒരു ആനയെ കൊണ്ടുപോയാൽ പോരെ? നിനക്കിപ്പോൾ എന്താ വേണ്ടേ? അല്ല, ഇത് അറിയണം. അറിഞ്ഞിട്ട് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ടെൻഷൻ? കനക, ഇതെന്താ നീ റെഡിയായില്ലേ? വാ പോവാ, ഞാൻ റെഡിയാവാൻ പോകുന്നു. നീ ഇങ്ങനത്തെ ടെൻഷൻ അടിക്കണ്ട. എന്താടി നമുക്കത് അറിയാം. എനിക്ക് വിഷമമാണ്. എന്തിനാ? എനിക്കിപ്പോ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. അമ്മാവൻ ഉത്സവത്തിന് കൊണ്ടുപോകുന്നത് വള മേടിച്ചറിനൊക്കെ എനിക്കത് പറ്റില്ലായിരിക്കും. തലയിടിച്ചാലൊന്നും ഓർമ്മയ്ക്ക് ഒരു കുഴപ്പം വരത്തില്ല. അങ്ങനെ അത് എന്റെ ഓർമ്മ പണ്ടേ പോകണ്ടേ. ഒരു സിനിമയിൽ മോഹൻലാലിന് വരുന്നത് ഈ അസുഖമാണോ? അതിന്റെ വേറെ സാധനം, അൾഷൈമേഴ്സ്. അത്ര മറവിയൊന്നും വരാനുള്ള പ്രായം അമ്മാവനായിട്ടില്ലല്ലോ. അതൊന്നും അങ്ങനെയൊന്നും ഇല്ല. അതിൽ തന്നെ ഇതൊക്കെ ചികിത്സിച്ചാൽ മാറും. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിച്ച് ബാക്കിയുള്ളവരെ പോയി പൂട്ടെ. ചികിത്സിച്ചാലൊന്നും മാറത്തില്ലത്. ഇത് ഒരുപാട് പേരിലുള്ള ഇതിന് ഷോക്ക് അടിച്ചാൽ എങ്ങാനും കിട്ടിയാലായി. ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുണ്ട്. ചിലവർ മുണ്ടും തുണിയില്ല റോഡ് നടന്നു പോകത്തില്ലേ? അതൊക്കെ ഇതിന്റെ ഷോക്ക് അടിപ്പിക്കാൻ പ്രാന്താ. അല്ലെന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടി. പിന്നെ ഇതിന് പാരമ്പര്യമായിട്ടുള്ളൊരു പാരമ്പര്യം ലില്ലിപ്പണി അടുത്ത കലാം വച്ചപ്പിക്കാൻ കൊണ്ടും പറയിപ്പിക്കില്ല. അവിടെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ അമ്മായി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അമ്മാവനെ കൂട്ടി വരുന്നുണ്ട് ഇങ്ങോട്ട്. അന്നേരം കരഞ്ഞും പിഴിഞ്ഞൊന്നും ഇവിടെ ഇരിക്കരുത്. അല്ല, നിങ്ങളെന്താ ഇവിടെ? നിങ്ങൾ കുറെ നേരമായി വന്നിട്ട്. അപ്പൊ വിളിച്ചു പറഞ്ഞിട്ട് വേണ്ട കുട്ടികളെ വരാൻ. എന്നാ ഞങ്ങൾ എവിടെയെങ്കിലും പോവോ? ഇതാരാ? ഇത് നമ്മുടെ പരിചയത്തുള്ള അന്യന്മാരെ എന്തിനാ ഈ വീട്ടിൽ കയറ്റണേ? ഇല്ലത്തെ ഇങ്ങനത്തെ ഒന്നും കയറാൻ പാടില്ല. അവനെ പറഞ്ഞേക്ക്. ആ കുട്ടികൾക്ക് ചായയും ചോറും തച്ച വെച്ച് കൊടുക്ക്. വരുമ്പോ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വേണം വരാൻ ട്ടാ. അവനെ പറഞ്ഞേക്ക്. ഇപ്പം ഇവിടെ വേണ്ട. ഇവിടെ പോരെ. ഉറങ്ങില്ലേ? നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ എന്നെ കടത്തിറക്കിയിട്ട് ഇവിടെ ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടോ എന്ന് നോക്കാമെന്നാണ്. ഞാൻ ഇന്നാളെ പറഞ്ഞല്ലേ ഞാൻ ഇനി പോവില്ലെന്ന്. നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? എന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ വന്നിരിക്കരുതെന്ന്. ഈ അർദ്ധരാത്രി കണ്ടോനൊക്കെ വീട്ടിൽ കയറ്റിട്ട് വല്ലത് കാണാണ്ട് പോയാ പോടാർന്ന്. ഞാൻ നോക്കിക്കോളാം. അമ്മാവൻ ഞാൻ പറഞ്ഞിട്ടോളാം. പൊയ്ക്കോളും. ഒരു കാര്യം പറയാൻ വേണ്ട. ഒന്ന് ചെല്ലു പൊക്കോ. അത്രയും